കിടക്കുന്നുണ്ടോ? എന്നാ ഇത്? ആണ്ട തേണ്ട തവള. ഇതെന്നാ തവളയാ? പറക്കും തവള, വരാല്. എന്നാ അങ്ങനത്തൊന്നുമില്ല. ചാടും. കാത്തു രക്ഷിക്കണേ, കാത്തു രക്ഷിക്കണേ. പിടിക്കണോ? അപ്പം അതെ, നമ്മളിന്ന് ഫിഷ് പൊള്ളിച്ചതുണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് രണ്ട് വലിയ രണ്ട് മുട്ട വരാലാണ് കിട്ടിയിരിക്കുന്നത്. കുറേ നേരമായി ഞാൻ ഇതിനെ എടുക്കാനായിട്ട് നോക്കുന്നു, പക്ഷേ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എന്നെ എടുക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഇത് വരാല് കണ്ടോ കാത്തു, വരാല്. അപ്പം ഇത് കൊണ്ട് ഇതിനെ എങ്ങനെ കൊല്ലും? തല്ലിക്കൊല്ല്. എനിക്ക് മേലെ തല്ലിക്കൊല്ലും. നമുക്ക് ആദ്യമേ ചത്തിട്ടില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം വെക്കാം. ചാവട്ടെ. ഇവിടെ വാടാ. രണ്ട് കൈയോടെ പിടിച്ചിരിക്കും. നിക്കത്തില്ല, അത് ഭയങ്കര പവറാ സാധനത്തിന്. ഭയങ്കര പവറാ. തിരിച്ചു പിടിക്കുക, തിരിച്ചു പിടിക്കുക. ആ ബെസ്റ്റ്. മക്കള് ഇതിന്റെ കളിയൊന്നും അറിയത്തില്ലല്ലോ. ആ ഓക്കെ, കാണിച്ച്. ഓക്കെ, എന്നാ വരാല്ലേ. യെസ്, ഓക്കെ. താഴെ വെച്ചേര്. ഇതാരാ അവിടെ പട്ടിയെ കളിപ്പിക്കുന്നത്? കാത്തു തന്നെ കാണിക്കുന്നേ. ഇതേത് ഈ ബ്രഷ്? മിണ്ടല്. ടീച്ചറുടെ ബേസിക് ക്യാരക്ടറാണ്. ഉണ്ടല്ലോ കണ്ടനുണ്ട്, കണ്ടൻ പൂച്ച. പൂച്ചനെ വീഡിയോ എടുത്ത് അച്ഛൻ വീഡിയോ എടുക്കുക. അതെ, പൂച്ചമ്മ മീമി നോക്കിക്കൊണ്ടിരിക്കുവാ. പൂച്ചമ്മ ഈ മീമി തിന്നത്തില്ല, എന്നിട്ട് ചുമ്മാ ആ വാർത്തങ്ങോട്ട് കൊടുക്കണം. തിന്നുമില്ല. അപ്പം നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മീനിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് കേട്ടോ. നല്ല വട്ടത്തിൽ കണ്ടിച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് പാനിലേക്ക് നന്നായിട്ട് ഓയിൽ ഒഴിച്ച്, ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ മീനെല്ലാം കൂടെ പെറുക്കിയിട്ട് കേട്ടോ.
രണ്ട് സൈഡും മൂപ്പിച്ച് നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ചെറിയതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷം കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്ത് അതേ പാൻ തന്നെ യൂസ് ചെയ്യണം. നമുക്ക് ആ മസാലകൾ മുഴുവനും നമ്മുടെ ഈ ചുവന്നുള്ളിയിലൊക്കെ പിടിച്ച് നന്നായിട്ട് ഇരുന്നോളും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ യൂസ് ചെയ്തത്. നന്നായിട്ടൊന്ന് വാടി വന്ന ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തോട്ട് ചേർത്ത് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അല്പസമയം കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അതിനോടൊപ്പം യോജിച്ച് ചേർന്നിരുന്നു. തക്കാളി വേണമെങ്കിൽ നമുക്ക് അരച്ചും ചേർക്കാവേ. കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും, നേരത്തെ നമ്മൾ മീനിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മുടെ മസാലയൊന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തു. കുറച്ച് നേരം നമ്മൾ നല്ല രീതിയിൽ ഇളക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ മസാല നല്ല രീതിയിൽ യോജിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിനകത്തോട്ട് ചേർത്തു. തേങ്ങാപ്പാലും നമ്മുടെ മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നും അതിനകത്തേക്ക് പെറുക്കിയിട്ട് രണ്ട് സൈഡും ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മറിച്ചിട്ട് കൊടുത്താലും നല്ലതായിരിക്കും. പിന്നീട് ബാക്കി ഉള്ള തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചാറ് പോലെ ആവശ്യമുള്ളവർക്ക് ചാറ് പോലെ ഉപയോഗിക്കാം. അല്ല നന്നായിട്ട് കുറുകി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറ്റിച്ചെടുത്താലും മതി. നല്ല അടിപൊളി കുറുകിയായിട്ടുള്ള നല്ല രീതിയിൽ നമുക്ക് ഫിഷ് പൊള്ളിച്ചത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ ഫിഷ് പൊള്ളിച്ചത് നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. യെസ്, ഇത് നമ്മുടെ ഒരാളാണ് കേട്ടോ. അതി കൂട്ടിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ ഇത് കണ്ടോ, ഭയങ്കര ചൂടാണോ. ഇത് സെറ്റായിട്ടുണ്ട്. അടിപൊളി. ഇഷ്ടപ്പെട്ട കൊച്ചിന് നല്ലതാണ്, സൂപ്പറാണോ? കൈ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതും കൂടി കാത്തുകൊണ്ട് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.